ഈ അടുത്ത് കണ്ട മികച്ച സിനിമകളിലൊന്നാണ് നൻപകൽ നേരത്തെ മയക്കമെന്നാണ് വിജയ് സേതുപതി പറയുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്ന 2 സിനിമകളാണ് കാതലും നൻപകൽ നേരത്തെ മയക്കമെന്നും വിജയ് സേതുപതി പറയുന്നു. മമ്മൂട്ടി നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് നൻപകൽ നേരത്തെ മയക്കം. ഒരു വല്ലാത്ത അനുഭവം നൽകിയ ചിത്രം കാണാൻ താൻ പലരോടും നിർദ്ദേശിച്ചിരുന്നുവെന്നും വിജയ് സേതുപതി പറയുന്നുണ്ട്. ഒരു സ്വകാര്യ FM-ന് നൽകിയ അഭിമുഖത്തിലാണ് വിജയ് സേതുപതി ഇക്കാര്യം പറഞ്ഞത്. പുതിയ ചിത്രമായ മഹാരാജയുടെ പ്രചരണത്തിന്റെ ഭാഗമായി സംസാരിക്കവെയാണ് അടുത്തിടെ താൻ കണ്ട മലയാള ചിത്രങ്ങളെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും വിജയ് സേതുപതി മനസ്സ് തുറന്നത്. പ്രേമലു 2 തവണയാണ് താൻ കണ്ടതെന്നും വിജയ് സേതുപതി പറയുന്നു. വളരെ മനോഹരമായ ചിത്രമായിരുന്നു പ്രേമലുവെന്നും നായികയും നായകനും മാത്രമല്ല അതിലെ എല്ലാ കഥാപാത്രങ്ങളും രസമായിരുന്നുവെന്നും ഫാമിലിയുടെ കൂടെയാണ് ചിത്രം കണ്ടതെന്നും തന്റെ കുടുംബത്തിനും പ്രേമലു ഇഷ്ടമായെന്ന് വിജയ് സേതുപതി പറയുന്നുണ്ട്. പ്രേമലു മാത്രമല്ല മഞ്ഞുമൽ ബോയ്സ്, ഭ്രമയുഗം, കാതലൊക്കെ കണ്ടു. നൻപകൽ നേരത്തെ മയക്കവും കണ്ടിട്ടുണ്ട്. എന്തൊരു സിനിമയാണതെന്നും താൻ ഒരുപാട് പേർക്ക് ആ സിനിമ സജസ്റ്റ് ചെയ്തുവെന്നും ആ സിനിമ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥയാണെന്നും ഒരു പക്ഷേ എല്ലാവർക്കും ആ സിനിമ മനസ്സിലാകുമെന്ന് കരുതുന്നില്ല എന്നുമാണ് വിജയ് സേതുപതിയുടെ വാക്കുകൾ. എന്നാൽ ആ സിനിമ തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ സിനിമയിൽ ശിവാജി ഗണേശനെ മമ്മൂട്ടി അനുകരിക്കുന്ന ഒരു രംഗമുണ്ട്. മമ്മൂക്ക 2 കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നതൊക്കെയും ഒപ്പം അവസാനം മമ്മൂക്ക മലയാളിയായി മാറുന്നതൊക്കെ എന്ത് ഗംഭീരമായാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ നന്നായിരുന്നുവെന്നും വിജയ് സേതുപതി പറയുന്നു. നൻപകൽ നേരത്തെ മയക്കം 2 തവണ കണ്ടതായും രണ്ടാമത് കണ്ടപ്പോൾ ചിത്രത്തിൽ നിഴലുകൾക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിയതായും വിജയ് സേതുപതി വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രവും മികച്ച നടനും ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടിയ ചിത്രമായിരുന്നു മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ നൻപകൽ നേരത്തെ മയക്കം. മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിച്ച നൻപകൽ നേരത്തെ മയക്കം ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസാണ് തിയേറ്ററുകളിലേക്ക് എത്തിച്ചത്. തേനി ഈശ്വർ ഛായാഗ്രഹണം നിർവഹിച്ച നൻപകൽ നേരത്തെ മയക്കത്തിന് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും അഭിനന്ദന പ്രവാഹമാണുണ്ടായത്. മലയാളിയായ ജെയിംസിനെ കൂടാതെ തമിഴനായ സുന്ദരം എന്നീ ഭാവങ്ങളിലായിരുന്നു മമ്മൂട്ടിയുടെ വേഷപ്പകർച്ച. അടുത്തിടെ മമ്മൂട്ടി നായകനായ ടർബോ എന്ന ചിത്രത്തിൽ വിജയ് സേതുപതി ഒരു ശബ്ദ കഥാപാത്രമായി എത്തിയിരുന്നു. പോക്കിരി രാജ, മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു ടർബോ. 2ാം ഭാഗത്തിനുള്ള സാധ്യതകളോടെയാണ് ചിത്രം അവസാനിച്ചത്. വിജയ് സേതുപതിയുടെ ശബ്ദത്തോടെയായിരുന്നു ചിത്രത്തിന്റെ ടെയിൽ എൻഡ്. മലയാളികൾക്ക് പ്രിയങ്കരനായ നടനും സംവിധായകനുമായ രാജ്ബി ഷെട്ടിയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായി എത്തിയത്. അതുകൊണ്ട് തന്നെ 2ാം ഭാഗത്തിൽ വിജയ് സേതുപതി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അതേസമയം നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത മഹാരാജ എന്ന ചിത്രമാണ് വിജയ് സേതുപതിയുടേതായി കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയത്. മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളുമായാണ് ചിത്രം മുന്നേറുന്നത്. വിജയ് സേതുപതിക്കൊപ്പം മമത മോഹൻദാസ്, അനുരാഗ് കശ്യപ്, അഭിരാമി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ ചിത്രം 4.25 കോടി നേടിയിട്ടുണ്ട്. 2024-ലെ 3ാമത്തെ മികച്ച ഓപ്പണിംഗ് എന്ന സ്ഥാനം നേടാൻ ആദ്യ ദിവസത്തിൽ തന്നെ ചിത്രത്തിന് കഴിഞ്ഞു. ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ, തമന്ന ഭാട്ടിയ, റാഷി ഖന്ന എന്നിവർ അഭിനയിച്ച അരൺമനൈ 4 എന്നിവയ്ക്ക് ശേഷം മികച്ച 3ാമത്തെ ഓപ്പണിംഗ് മഹാരാജ നേടിയിട്ടുണ്ട്. ചിത്രം വാരാന്ത്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ആദ്യ ആഴ്ചയിൽ തന്നെ 15 കോടിയിലധികം ഗ്രോസ് നേടാനും സാധ്യതയുണ്ടെന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.